ആൾക്കാരാണ്. നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് സമ്മാനിച്ച മണ്ണാണ് ഈ കൊല്ലം. അപ്പോൾ സുബിൻ കോഴിക്കോടുകാരനാണ് അല്ലേ? ഇങ്ങനൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്, തെക്കനെയും മൂർഖനെയും കണ്ട തെക്കനെ ആദ്യം അടിച്ചു കൊല്ലുന്നു. ഈ മലബാർ സൈഡിലൊക്കെ ഇങ്ങനൊരു പറച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, എൻ്റെ നാട്ടിലടക്കം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിന് എതിരാണ്. എനിക്കിപ്പം ഇങ്ങോട്ട് കൊല്ലത്തേക്ക് വന്ന സമയത്ത് പോലും വലിയ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, വരട്ടില്ല, തമാശക്കാണ് പറഞ്ഞത് എങ്കിൽ പോലും സുബിനെ കൊല്ലത്തേക്കാണ് പോകുന്നത്, അടി പൊട്ടും, ഭയങ്കര പ്രശ്നമാവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൊല്ലത്തെത്തിയപ്പോൾ അങ്ങനെയൊന്നും അല്ല സ്ഥിതി. ആളുകളൊക്കെ വളരെ സൗമ്യമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടായത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ തെക്കനെയും മുറുക്കനെയും ഒക്കെ ഉണ്ടല്ലോ, അത് വളരെയധികം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇപ്പം നമ്മളുടെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ കലോത്സവത്തിൻ്റെ തുടക്കം മുതൽ ഈ അവസാന സമയം വരെ ഒപ്പമുണ്ടായിരുന്ന സുജിത്തേട്ടൻ, കൊല്ലംകാരനാണ്. ഇവിടെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മളെ കൃത്യവേദിയിലും കൃത്യ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചത് നമ്മളുടെ ഡ്രൈവറായിട്ടുള്ള സുജിത്തേട്ടനാണ്. വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹം നമ്മളോട് ഇടപെട്ടത്. പല സ്റ്റോറികൾക്കും നമ്മൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നത് ആ ചേട്ടനായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സുജിത്തേട്ടൻ. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിന്ന കൊല്ലംകാരനായ സുജിത്തേട്ടനാണിത്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ സുഹിത്തേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. സുഹിത്തേട്ടാ, കൊല്ലത്തിനെതിരായിട്ട് വളരെ മോശം പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം മോശം പ്രയോഗങ്ങൾ ജനറലൈസ് ചെയ്ത് കൊണ്ട് തന്നെ ചേട്ടൻ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എറണാകുളം തൊട്ട് അങ്ങോട്ടുള്ള ജില്ലകളിലും പൊതുവെ ഗൾഫ് കൺട്രിയിലായാലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ചെറിയ വിഷമിപ്പിക്കുന്നതും അല്ലാതെയായിട്ടുള്ള ചില സംഭവങ്ങളാണ്. നമ്മുടെ ആ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പം ഈ തെക്കൻ സൈഡ് തെക്കനെ കണ്ടാലും തെക്കനെ മൂക്കനെ കണ്ടാൽ ആദ്യം തെക്കനെ അടിച്ചു കൊല്ലണമെന്ന് പറയുന്നൊരു ചൊല്ലുള്ള കണക്ക് അതിൽ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉള്ള ചില ആൾക്കാർ കാരണമായിരിക്കും ഇതുപോലൊരു നമ്മളെ ഈ ചൊല്ല് കണക്കൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് കാരണം അങ്ങനെയൊന്നും അല്ല. എല്ലാ നാട്ടിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരുമുണ്ട്. ഇനി നമുക്ക് മറ്റ് ജില്ലകളിലെ ആളുകളെടുത്ത് അഭിപ്രായം ചോദിക്കാം. കൊല്ലക്കാർ അടിപൊളിയാണ്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് അമ്മേനോട് പറയാം, ഞാൻ ഇനി എവിടെയെങ്കിലും ഇരുന്നിട്ട് മാത്രമേ ഇനി സഞ്ചരിക്കൂ എന്നുള്ളൊരിത്. അപ്പോൾ ഒരു പത്രത്തിൽ സാറ് വന്നിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ ഇവിടെ ഇരുന്നോ, ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞോ എന്നുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞപ്പോൾ ആകെ എന്തൊരു സാധനമായിരുന്നു. അയ്യോ, ഇത്രയും അടുപ്പം, നമ്മൾ സ്വന്തക്കാരെന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചുകൊണ്ട് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വളരെ ആതിഥ്യ മര്യാദ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതൊരു കൊല്ലത്തുള്ള പോൾ സാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. വന്ന നിമിഷം തൊട്ട് ഈ കലോത്സവത്തിന് ഇവിടെ എത്തിച്ചേരുന്നത് വരെയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഗതാഗത സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തെ പോലെ, ഒരു കുടുംബത്തിലെ ഒരു ആളെ പോലെ ഞങ്ങളെ പരിചരിച്ച് നല്ല ഒരു ആതിഥ്യ മര്യാദ കാട്ടിത്തന്ന സാറിന് ഒരുപാട് നന്ദി. നല്ല നന്മയുള്ള ആൾക്കാരാണ്. പ്ലസ് നമ്മൾ നിന്ന സ്ഥലത്തുള്ള ചേച്ചിയും അവരും വേഗം തന്നെ നമുക്ക് സ്ഥലം അറേഞ്ച് ചെയ്ത് തന്നു. ഓരോ കാര്യങ്ങൾ സ്മാർട്ടായിട്ട് വേഗം ചെയ്ത് തന്നു. നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് സമ്മാനിച്ച മണ്ണാണ് ഈ കൊല്ലം. ഇപ്പോൾ വേദികളിലൊക്കെ 2 മണി 2:30 വരെയൊക്കെ മത്സരങ്ങൾ ചില സമയത്ത് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാലും ഞങ്ങൾ ഈ കണ്ട റോഡിൽ കൂടെ തന്നെയാണ് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവാറ്. മോശപ്പെട്ട തരത്തിലുള്ള ഒരു അനുഭവവും കൊല്ലംകാരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ സുബിൻ, നമ്മൾ കൊല്ലത്തെ പറ്റിയുള്ള അഭിപ്രായം ഇവിടുത്തെ ഇവിടെ കലോത്സവത്തിനെത്തിയ വിവിധ ജില്ലക്കാരായ ആളുകളോട് ചോദിച്ചു. അവർക്കെല്ലാം കൊല്ലത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. സുബിൻ, എന്താ തോന്നി? അതെ, കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാ നാട്ടിലും നല്ലവരുമുണ്ട്, മോശമായ ആളുകളുമുണ്ട്. പക്ഷെ അത് ജനറലൈസ് ചെയ്ത് ഒരു ജില്ലയാകെ മോശപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. അത് തെറ്റായ കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ തെളിയിക്കപ്പെട്ടത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനോജ് ബി സോമനൊപ്പം സോന കണ്ടത്തിൽ ഫിലിം. സുബിൻ കൃഷ്ണ ഷോപ്പ്, കൈരളി ന്യൂസ്.